വിശദമായ വാർത്തകളിലേക്ക്. വന്യമൃഗ സംരക്ഷണ ബില്ലിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കലർത്തുകയാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. വന്യമൃഗ സംരക്ഷണ ബില്ലിൽ അക്രമകാരിയായ മൃഗത്തെ കൊല്ലാൻ നിയമമുണ്ട്. ഇതിന് കേന്ദ്ര വനം വകുപ്പിന് നിർദ്ദേശം നൽകിയാൽ മതിയെന്നും എന്നാൽ രാഷ്ട്രീയം കലർത്തിയതുകൊണ്ട് അത് നടന്നില്ല എന്നും ജോസ് കെ മാണി പറഞ്ഞു. 1972 വന്യമൃഗ സംരക്ഷണ ബില്ലിൽ വന്യമൃഗത്തിനെ എവിടെയാണ് സംരക്ഷിക്കേണ്ടതെന്നുള്ള നിർവചനം കൊടുത്തില്ല. വന്യമൃഗത്തിനെ സംരക്ഷിക്കണം എവിടെയാ? കാട്ടിനകത്താണോ പുറത്താണോ എന്നവർ പറഞ്ഞില്ല. നമുക്കറിയാതെ കാട്ടിനകത്താണ്. പക്ഷെ പുറത്തു വരുമ്പോഴും ആ നിയമം ബാധകമായതുകൊണ്ട് കാട്ടുമൃഗത്തിനെ സംരക്ഷിക്കണം, ജലത്തിനെ സംരക്ഷിക്കാൻ കഴിയില്ല. വന്യമൃഗ സംരക്ഷണ ബില്ലിൽ തന്നെ സെക്ഷൻ 11(2) പറഞ്ഞിട്ടുണ്ട്, അക്രമകാരികളായ വന്യമൃഗം പുറത്തേക്ക് വന്നാൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി കൊലപ്പെടുത്താൻ. പിന്നെ എന്നാ പ്രശ്നം? പക്ഷേ കേന്ദ്രത്തിന്റെ ഈ നിയമത്തിൽ അതിന് നിർവചനം തെറ്റായതുകൊണ്ട് നമുക്കറിയാം ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഞങ്ങൾ മന്ത്രിയെ കണ്ടു, ഞങ്ങൾ ധർണ നടത്തി, MLA-മാര് വന്നു, മന്ത്രിയുമായിട്ട് 1.25 മണിക്കൂറിൽ ഞാൻ സംസാരിച്ചു. അവിടെ ഞാൻ പറഞ്ഞു, അവിടുത്തെ ഈ നിയമത്തിൽ തന്നെ സെക്ഷൻ 63 പ്രകാരം കേന്ദ്രം ഒരു ഡയറക്ഷൻ ഇവിടെ കൊടുത്താൽ മതി, ഈ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആ നിയമത്തിൽ അങ്ങനെയുണ്ട്. പക്ഷെ മന്ത്രിയെ കണ്ട് പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറയുന്നത്, ഇത് ഒത്തിരി പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ ഡയറക്ഷൻ കൊടുക്കില്ല. പക്ഷെ മന്ത്രി പറഞ്ഞു, കേന്ദ്ര വനംവകുപ്പ് മന്ത്രിയും ഞാൻ ഇവിടെ വരാം, ഒന്ന് വയനാട്ടിൽ വരാം, 2 കോട്ടയത്ത് വരാം, ഈ 2 സ്ഥലത്ത് വന്ന ജനപ്രതികളെ MP-യെയും SP-യെയും ഒക്കെ വിളിച്ചു വരുത്തി ഞാൻ ഡയറക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം വന്നില്ല, കാരണം രാഷ്ട്രീയമാണ്.